കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അയ്യോ, ഇത് ആരാ വരുന്നത്? DK സാറോ? ഇത് പതിവില്ലാത്തതാണല്ലോ സാറേ. സാധാരണ ജോലിക്കാരെങ്കിലും ആണല്ലോ വരുന്നത്. ഇന്നെന്താ നേരിട്ട് വന്നത്? എന്താ സാറേ ആവശ്യമുള്ളത്? അത് ഈ തിരുവാതിരപ്പുഴക്കിനുള്ള സാധനങ്ങളെല്ലാം വേണം. എല്ലാം ഉണ്ട് സാറേ. പിന്നെ നല്ല നാടൻ ചേനയുണ്ടെങ്കിൽ അത് ഒരെണ്ണം വേണം. സന്ധ്യ എല്ലാം എടുക്കുക. ഒരു മിനിറ്റ് സാർ, എല്ലാം ഇപ്പൊ എടുക്കാം. പിന്നെ എട്ടങ്ങാടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളും വേണം. എട്ടങ്ങാടിയോ? അതിവിടെ കിട്ടില്ലല്ലോ സാർ. എട്ടങ്ങാടിക്കുള്ള സാധനങ്ങൾ കിട്ടുന്നത് സൂപ്പർ മാർക്കറ്റിലാ. ഓ, ഐ ആം സോറി. എന്നാ തിരുവാതിരപ്പുഴക്കിനുള്ള സാധനങ്ങൾ എടുത്തു. ബാക്കി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോളാം. അല്ല, ഇന്നെന്താ സാറ് നേരിട്ട് വന്നത്? ആരെങ്കിലും ജോലിക്കാരെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നല്ലോ. അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തു വിട്ടേനല്ലോ സാറേ. അത് മതിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും നിങ്ങളെയൊക്കെ ഒന്ന് കാണണ്ടേ? പിന്നെ സ്വന്തം കുടുംബത്തിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് നേരിട്ട് നോക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ജോലിക്കാരെ മാത്രം ആശ്രയിക്കേണ്ടി വരും. സാറ് പറയുന്നത് ശരിയാ. ഇവിടെ പല വീടുകളിലെയും കണക്ക് പുസ്തകം പോലും കൊണ്ടുവരുന്നത് ജോലിക്കാരാ. അവരൊക്കെ എത്ര രൂപ പറ്റിക്കുന്നെന്ന് ആർക്കറിയാം? സാറേ, എട്ടങ്ങാടി വാങ്ങിക്കാൻ സാറിഞ്ഞ് വേറൊരിടത്തും പോകണ്ട. ഇവിടുത്തെ പയ്യനെ വിട്ട് അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിപ്പിക്കാം. ഓ ശരി, ആയിക്കോട്ടെ. സാധനങ്ങൾ എടുത്തോളൂ. ഇപ്പൊ തരാം സാറേ. അതെ, അതെങ്ങോട്ട്. ശരി. ഹലോ. ഇല്ല, ഞാനിത്തിരി തിരക്കിലാണല്ലോ. ആണോ? അപ്പൊ ശരി. അല്ല, എന്താ ഇവിടെ? എവിടെ? ഈ പച്ചക്കറിക്കടയുടെ മുന്നിലെ. പച്ചക്കറിക്കട സ്വർണം വാങ്ങാൻ പറ്റില്ലല്ലോ. പച്ചക്കറി വാങ്ങാൻ. അല്ലാതെ DK പച്ചക്കറി വാങ്ങാൻ വന്നൂന്ന്. ഓഹോ, അത്ഭുതം തന്നെ. ഒരു അത്ഭുതം വേണ്ട, ഞാനൊരു സാധാരണ മനുഷ്യനാ. ഓ, ഇന്ന് ഈ കാറും പത്രാസൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനു മുൻപ് മണ്ണിൽ ചവിട്ടി കിടന്ന ഒരു സാധാരണ ആള് മാത്രമാണ് ഞാൻ. എനിക്കിതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. ഓ അങ്ങനെ. പിന്നെ കല്യാണത്തിന് തീയതി കുറിക്കാൻ പോയതൊക്കെ ഞാൻ അറിഞ്ഞു. ഓ, അറിഞ്ഞായിരുന്നോ? അപ്പൊ ഇനി അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. സന്തോഷായില്ലേ? ഇനി കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാമല്ലോ അല്ലേ? പരിഹാസിച്ചതാണല്ലേ? ഏയ് അല്ല, ഞാൻ സത്യസന്ധമായ കാര്യം പറഞ്ഞ. ഓ, കല്യാണ തീയതി കുറിക്കാൻ പോയി എന്ന് നീ അറിഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സം ഉണ്ടാവരുത്. ഏയ്, തടസ്സമേ ഉണ്ടാവൂ. ഇത് നടക്കില്ല DK. ഈ കല്യാണവും ഞാൻ മുടക്കും. ഒരിക്കൽ രാജീവിന്റെ ജീവൻ എടുത്തുകൊണ്ട് നീ വിജയിച്ചു. പക്ഷേ ഇത് മുടക്കാൻ നിന്നെ കൊണ്ട് ഈ ജന്മത്ത് സാധിക്കില്ല. അങ്ങനെ പറയല്ലേ DK. മുടക്കണമെന്ന് വെച്ചാ ഞാൻ മുടക്കിയിരിക്കും. എന്നാ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. രണ്ട് കാലിൽ നിവർന്ന് നിൽക്കില്ല നീ. നിന്റെ മുട്ടിന്റെ ചിരട്ട ഞാൻ തല്ലിപ്പൊട്ടിക്കും. കാണാം നമുക്ക്. സാറേ, എല്ലാം എടുത്തിട്ടുണ്ട്. വണ്ടിയിലോട്ട് വെക്കട്ടെ? ആയിക്കോട്ടെ. കലിപ്പില്ല. അപ്പൊ ശരി, പോട്ടെ. അയ്യോ, പൂവാണോ? ഇന്ന് തിരുവാതിരയല്ലേ?
ഇന്നത്തെ ദിവസം ഞാൻ നിന്നെ തല്ലി എൻ്റെ കൈ നാറ്റിക്കുന്നില്ല. പക്ഷേ ഒന്നുകിൽ നിന്റെ ജീവൻ, അല്ലെങ്കിൽ മരണത്തിന് തുല്യം. ഈ കല്യാണം മുടക്കാൻ നീ ശ്രമിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജ്യോത്സരെ? ഈ കല്യാണം നടത്തുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വിവാഹ നിശ്ചയത്തിന് ഒരു മുഹൂർത്തം അടിയന്തരമായിട്ട് കുറിക്കണം. അതാണ് അത്യാവശ്യം. അത് കഴിഞ്ഞ് 1 മാസത്തിനകം വിവാഹം. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാനിംഗ്. നമ്മളിവിടെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഒടുവിൽ തീരുമാനിക്കേണ്ടത് മുകളിലിരിക്കുന്ന ആ മഹാജ്യോത്സ്യനല്ലേ? അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയിലെന്നല്ലേ? നമ്മളിവിടെ ഒന്ന് പ്ലാൻ ചെയ്യുന്നു, മുകളിലിരിക്കുന്ന ആൾ മറ്റൊന്ന് നടത്തുന്നു. അത് തിരുത്താൻ പറ്റുമോ? വിവാഹം നടത്തുന്നതിൽ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല സുധാകരൻ നായരെ. മാത്രമല്ല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഈ രാശിയുമൊക്കെ അനുകൂലമാണ് താനും. എന്തായാലും വിവാഹ നിശ്ചയം നടത്തുന്നതിനൊരു മുഹൂർത്തം ഞാൻ കുറിച്ചു തരാം. ഞാൻ ആകെ പേടിയിലാണ് ജ്യോത്സരെ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായി, ശത്രുവിന്റെ കാര്യല്ലേ? എന്താ ജ്യോത്സരെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശത്രു പ്രബലനാണ്, പക്ഷെ വിവാഹം മംഗളമായി നടക്കും. അതിലൊരു വിഘ്നവുമില്ല. എന്നാൽ ചില അവ്യക്തതകൾ ഈ കാര്യത്തിലുണ്ട്. അയ്യോ, അതെന്താ ജ്യോത്സരെ? അങ്ങനെ കാര്യമായിട്ടൊന്നും അല്ല. പറ ജ്യോത്സരെ, എന്തായാലും ഞങ്ങളോട് പറ. ഇതിന്റെ പേരിൽ ഒരുപാട് വേദനകളും സങ്കടങ്ങളും അനുഭവിച്ചാ ഞങ്ങൾ. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കത് വിഷമാവില്ല. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സുധാകരൻ നായരെ, ചിലപ്പോൾ മരണം വിധിച്ചിട്ടുള്ള ദമ്പതികൾ പോലും സന്തോഷകരമായി ജീവിതം പൂർത്തിയാക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണം ജാതകം എഴുതി ജ്യോത്സ്യന്റെ കുഴപ്പമൊന്നുമല്ല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ, പ്രവൃത്തികൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കും. ഈ കല്യാണം നടക്കുമോ ജ്യോത്സരെ? ഞങ്ങൾക്ക് അതറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ലേ സുധാകരൻ നായരെ, ഈ വിവാഹം മംഗളമായി നടക്കും. പക്ഷേ ഒരപകടമുണ്ട്. ആർക്ക്? എന്റെ മോൾക്കാണോ ജ്യോത്സരെ? ഏയ് അല്ല, വിവാഹം കഴിക്കാൻ പോകുന്ന ദമ്പതികൾക്കല്ല അപകടം സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ആർക്കാണ് ജ്യോത്സരെ? മറ്റാരോ ഒരാൾ. മൊത്തത്തിൽ ഇരുൾ മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഒന്നും അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. കറുത്തു മൂടിക്കിടക്കുന്ന മേഘം പോലെ വ്യക്തമായിട്ടൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ സൂക്ഷിക്കണം, ഒരപകടമുണ്ട്. ഒന്ന് വ്യക്തമായിട്ട് പറ ജ്യോത്സരെ. അതൊന്നും പറയാൻ കഴിയില്ല സുധാകരൻ നായരെ. എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, വിവാഹം ഉറപ്പായിട്ട് നടക്കും. പക്ഷേ കല്യാണ ദിവസം മറ്റു പലതും സംഭവിച്ചേക്കാം. എന്നാൽ അത്
ഒരിക്കലും വിവാഹിതയായ കുട്ടികളെയോ കുട്ടിയെയോ അവരുടെ ദാമ്പത്യത്തെയോ ഒരു കാരണവശാലും ബാധിക്കില്ല. ബാക്കിയൊക്കെ ഞാനൊന്ന് വിശദമായി നോക്കിയിട്ട് പറയാം. തൽക്കാലം നിശ്ചയത്തിനുള്ള തീയതിയും വിവാഹത്തിനുള്ള തീയതിയും ഞാൻ കുറിച്ചു തരാം. അല്ല ജ്യോത്സ്യരെ, ഇപ്പൊ തന്നെ ഒന്ന് വിശദമായിട്ട് നോക്കിയ കാര്യം എന്താണെന്ന് അറിയായിരുന്നു. ചില സമയത്ത് ചിലത് പറയാൻ പാടില്ല. ഇപ്പൊ നമുക്ക് എന്തായാലും നിശ്ചയത്തിന് സമയം കുറിക്കാം. ബാക്കിയൊക്കെ പിന്നീട്. നീ എന്താ ശരത നാരങ്ങ വെള്ളം കുടിക്കാഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ വീട്ടിൽ ചെന്നിട്ട് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി തരാന്ന്. അപ്പൊ കടയിൽ നിന്ന് തന്നെ കുടിച്ചേ പറ്റൂ. അത് ഈ ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ടാ. സോഡാ നാരങ്ങ വെള്ളം കുടിച്ചതോടെ അത് ഓക്കെ ആയി. എന്നാ പോവാം. ആ ബാബു. രണ്ടുപേരൂടെ എവിടെ പോയതാ? ഞങ്ങൾ എവിടെ പോയാലും നിനക്കെന്താടാ? നീ ആരാടാ ഇതൊക്കെ അന്വേഷിക്കാൻ? നിന്റെ വണ്ടി എടുത്തോണ്ട് പോവാൻ നോക്ക്. അയ്യോ, എനിക്കങ്ങനെ പോവാൻ പറ്റുമോ എൻ്റെ ആൻറ്റി? അതെ, ഞാൻ ഒരു ജോത്സ്യനെ കാണാൻ പോകാൻ ഇറങ്ങിയതാ. കല്യാണത്തിനുള്ള മുഹൂർത്തം നോക്കണമല്ലോ. അപ്പോഴാ അങ്കിളിനെയും ആൻറ്റിയെയും കണ്ടത്. അതെന്തായാലും നന്നായി. ആരുടെ കല്യാണത്തിന്റെ മുഹൂർത്തം നോക്കുന്ന കാര്യമാടാ നീ പറയുന്നത്? അതെന്ത് ചോദ്യം അങ്കിളെ? എന്റെയും പ്രിയയുടെയും. എന്റെ മോളുടെ കല്യാണത്തിന്റെ മുഹൂർത്തം ഞാൻ നോക്കിയിട്ടുണ്ട്. ആ, അതിനുവേണ്ടി നീ അധികം മെനക്കെടണ്ട, മനസ്സിലായേ? ഓ, ഇത് കണ്ട, ഇത് ജോത്സ്യൻ കുറിച്ച നേരമാ. ഓ, ഈ സമയത്ത് ഞങ്ങളുടെ മകളുടെ കല്യാണം നടക്കും. അത് ശരി. അപ്പോ ജോത്സ്യനെ കാണാൻ പോയതാ അല്ലേ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. കൊള്ളാമല്ലോ ആൻറ്റി, ഇതെന്തായാലും നന്നായി. ഇനിയിപ്പോ ഞാനങ്ങോട്ട് പോകണ്ടല്ലോ അല്ലെങ്കിലേ. അല്ലെങ്കിലും എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ എപ്പോഴും ഒരു പ്രത്യേക മിടുക്ക് തന്നെ കാണിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും നല്ല മിടുക്കരൻ. ആ, വധു പ്രിയംവദ, അശ്വതി നക്ഷത്രം. അയ്യേ ഭാരൻ ജയപ്രകാശ്, തൃക്കേട്ട നക്ഷത്രം. ഇത് രണ്ടും അങ്ങോട്ട് ചേരുന്നില്ലോ അങ്കിളെ? എന്തിനാ അങ്കിളെ ഇങ്ങനെ ചേരാത്തവരെ ചേർക്കാൻ നടക്കുന്നത്? ഞങ്ങളുടെ മകളുടെ വിവാഹ നിശ്ചയത്തിന്റെ മുഹൂർത്തം ഞങ്ങൾ കുറിച്ചിട്ടുണ്ട്. അത് ചേരുന്നത് തന്നെ. അത് നീയായിട്ട് തിരുത്താൻ നിൽക്കണ്ട. അതെന്ത് വർത്തമാനാങ്കിളെ പറയുന്നത്? ഇത്രയും നാൾ അവളെ സ്നേഹിച്ചിരുന്ന ഞാനല്ലേ, പൊന്നുപോലെ. അപ്പൊ പിന്നെ പ്രിയയുടെ വരന്റെ സ്ഥാനത്ത് എന്റെ പേരും നക്ഷത്രമല്ലേ വരേണ്ടത്? അവിനാഷ്, ചിത്തിര നക്ഷത്രം അല്ലേ? എന്തൊരു ചേർച്ച. തൽക്കാലം ഇത് നമുക്ക് വേണം. കൊള്ളില്ല, 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 കൊള്ളില്ല. എന്ത് പോക്കത്തിലാണോ നീ കാണിച്ചത്? എടാ പന്ന കിളവ, എന്നെ തടഞ്ഞിട്ട് തൻ്റെ മകളെ വേറെ വല്ലവനും കെട്ടിച്ചു കൊടുക്കാനുള്ളൊരു വിചാരമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. അവൾ എന്റെ പെണ്ണ, എന്റെ ഭാര്യയാണ് അവള്. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ, നിന്റെ മകൾ എന്റെ കൂടെ കഴിഞ്ഞവളാണെന്ന് ഞാനങ്ങ് വിളിച്ച് പറയും കെട്ടാൻ പോകുന്ന മറ്റവനോട്. അതോടെ തീരും നിന്റെ ആലോചനയും കല്യാണവും എല്ലാം.
കാണണോടാ. എന്താണോ ഇത്? എന്താണോ വഴി കിടന്ന് ബഹളം വെക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. എൻ്റെ അമ്മായച്ചനും അമ്മായിമ്മയാ. നിങ്ങൾ വിട്ടോ, ഇതിപ്പോ ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഇത് കുടുംബ പ്രശ്നമാണ്, നമുക്ക് പോയേക്കാം. കണ്ടില്ലേ, അവരൊക്കെ പോയി. ആരും രക്ഷിക്കാൻ വരില്ലടോ. ഇനി ഇതുപോലെ അഹങ്കാരം കാണിച്ച രണ്ടിനെയും കൂടെ ഒറ്റ കമ്പി കോർത്തെടുക്കും ഞാൻ. എന്നിട്ട് ഗ്രില്ലിംഗ് മെഷീനിൽ വെച്ച് പൊരിച്ച് പട്ടിക്കിട്ട് കൊടുക്കും. ഒരു മണഗുണൻ. മര്യാദയ്ക്ക് പോയ വിവാഹ നിശ്ചയം നിർത്തിവെച്ചോണം. മനസ്സിലാടാ? ഇല്ലടാ, ഇത് നിനക്കിവിടെ കീറിക്കളയാനേ കഴിയൂ. ഇതെന്റെ കൈ കിട്ടിയപ്പോ തന്നെ അതിന്റെ കോപ്പി എടുത്ത് ഞാൻ DKക്ക് ചെയ്ത് കൊടുത്തിരുന്നു. നിനക്കാവുമെങ്കിൽ നീ അവിടെ പോയി അത് ഡിലീറ്റ് ചെയ്യും. ഈ കല്യാണം തീരുമാനിച്ച DK ആണെങ്കിൽ അത് നടത്താനും DKക്ക് അറിയാം. വണ്ടി കയറി. അങ്കിളെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ദേ, നമുക്ക് വേറൊരു കുറിപ്പടി എഴുതിക്കാം. നമുക്ക് ഒരുമിച്ച് ജോത്സ്യനെ കാണാൻ പോ. ഓടാ, നീ കയറി. അല്ല, നമുക്കൊന്നുകൂടെ ആലോചിച്ചിട്ട്. ഓടാ അവിടെ. അങ്കിളെ, ശ്രീയേട്ടാ, വേഗം ഒന്ന് അടുക്കളയിലേക്ക് വന്നേ. അടുക്കളയിലേക്ക് വരാനോ? ഞാനോ? എന്തിന്? അതെ, തിരുവാതിര പുഴുക്കിനുള്ള സാധനങ്ങളൊക്കെ ചെത്തി വൃത്തിയാക്കണം. അതിനല്ലേ നിങ്ങളുള്ളത്. ഒന്ന് പോമായേ. ഞങ്ങൾ ഇന്ന് വ്രതത്തിലല്ലേ ശ്രീയേട്ടാ? ഇന്ന് അടുക്കള കാര്യങ്ങള് നിങ്ങൾ ആണുങ്ങളല്ലേ നോക്കുന്നേ? ഓ, അത് ഞാനങ്ങ് മറന്നു. അതെ, ചേനയും ചേമ്പും കാച്ചിലും കിഴങ്ങും ഒക്കെ ഉണ്ട്. എല്ലാം ചെത്തി വൃത്തിയാക്കണം. വേഗം വാ. DK എല്ലാം വാങ്ങി അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പേടിയുണ്ടല്ലേ? DK എന്നുള്ള പേര് കേട്ടപ്പോ തന്നെ പേടിച്ചല്ലേ? വേഗം വാ. ചൊറിയൻ ചേനയാണോ എന്തോ? എടാ, ചേനയാകുമ്പോ ചിലപ്പോ ചൊറിഞ്ഞൊക്കെ വരും. കുഴപ്പമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. നീ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്. എന്നാ പിന്നെ ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. നീ അതങ്ങോട്ട് നീക്കി വെച്ചേ. അങ്ങോട്ട് നീക്കടാ. അത് ചെറുതായിട്ട് കെട്ടി വെക്കണം, ഇങ്ങനെയല്ല. ഇതൊരു നായില്ലേ? അത് ശരി. അല്ല, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഒന്നും ചെയ്യുന്നില്ലേ? ഇന്നേ ഞങ്ങള് വ്രതമാ. നിങ്ങൾ തന്നെ ചെയ്താ മതി.